ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഹെൽത്തി ആയിട്ടും ക്വിക്ക് ആയിട്ടും ടേസ്റ്റി ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. ഞാൻ നീളനുള്ള സേമിയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാധാരണ സേമിയ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളം നല്ലോണം തിളക്കുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ എണ്ണ ചേർക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. എടുത്ത് വെച്ചേക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വെന്ത് കിട്ടും. സേമിയ വെന്തു. ഇത് ഊറ്റിയെടുക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും ആവില്ല, 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ സേമിയ വേവാനായിട്ട്. ഊറ്റിയെടുത്ത സേമിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സവാള, കുറച്ച് വേപ്പില, 2 പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്തോളൂ, കുറച്ച് മല്ലിയില, 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. സേമിയയിൽ ഉപ്പിട്ടുണ്ട്, കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 മുട്ട ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പാൽ ഇഷ്ടമില്ലെങ്കിൽ വെള്ളം ആഡ് ചെയ്തോളൂ. എല്ലാം ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണും കൂടി പാൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാം നമ്മൾ മിക്സ് ചെയ്തു. ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. റെഡിയാക്കി വെച്ചേക്കുന്ന ബാറ്റർ പാനിലേക്ക് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മുകൾ ഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മറിച്ചിടുമ്പോൾ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടച്ചു വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഒരു ഭാഗം ആയിണ്ടാവും, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. വേറെ പ്ലേറ്റിലേക്ക് ഇട്ടിട്ടാണ് മറിച്ചിടുന്നത്. ഈ അടച്ചു വയ്ക്കൊന്നും വേണ്ട, അടിഭാഗം കൂടി വേവിച്ചെടുക്കാം. അടിഭാഗം റെഡി ആയിണ്ടാവും, പാനിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള ബാറ്റർ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. നല്ല ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.